ഹലോ എല്ലാവർക്കും നമസ്കാരം. സിവിൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഇതിന്റെ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കാണുക. ഇന്ന് ഇതിന്റെ 8th പാർട്ട് വീഡിയോ ആണ്. സോ കേരള PSC 2017 LSGD ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question, the rocks formed by cooling of magma is called. Options തന്നിരിക്കുന്നത് metamorphic rocks, sedimentary rocks, igneous rocks, all the above. Answer option C, igneous rocks ആണ്. Igneous rocksന് എക്സാമ്പിൾ വരുന്നത് ഗ്രാനൈറ്റ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കാം. Sedimentary rocks. Sedimentary rocks are formed due to gradual deposition of materials like clay, sand, etc. ക്ലേ സാൻഡ് പോലെയുള്ള മെറ്റീരിയൽസിന്റെ ഡിപ്പോസിഷൻ കാരണം ഗ്രാജുവലി ഫോം ചെയ്യുന്ന റോക്കാണ് സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് വരുന്നത് ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ, എക്സെട്ര. അടുത്തത് മെറ്റാമോർഫിക് റോക്ക്. ദീസ് ആർ ഫോം ഡ്യൂ ടു ഓൾട്രേഷൻ ഓഫ് ഒറിജിനൽ സ്ട്രക്ചർ അണ്ടർ ഹീറ്റ് ആൻഡ് പ്രഷർ. ഒറിജിനൽ സ്ട്രക്ചറിൽ ഹീറ്റ് ആൻഡ് പ്രഷറിന്റെ എഫക്റ്റ് കാരണം അതിന്റെ സ്ട്രക്ചറൽ ചേഞ്ച് വന്ന് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോക്കാണ് മെറ്റാമോർഫിക് റോക്ക്. എക്സാമ്പിൾ മാർബിൾ. Question, depth of foundation is generally found out by. ഫൗണ്ടേഷന്റെ ഡെപ്ത് കണ്ടുപിടിക്കുന്നത് ഏത് ഫോർമുല യൂസ് ചെയ്തിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മാനിങ്സ് ഫോർമുല, കെന്നഡീസ് ഫോർമുല, ചെസീസ് ഫോർമുല, റാങ്കൈൻസ് ഫോർമുല. ആൻസർ ഓപ്ഷൻ ഡി, റാങ്കൈൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് ഫൗണ്ടേഷൻ ഡെപ്ത് കണ്ടുപിടിക്കുന്നത്. ഇതാണ് റാങ്കൈൻസ് ഫോർമുല. മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഇസ് ഈക്വൽ ടു Q by gamma into 1 minus sin phi by 1 plus sin phi the whole square, where Q is the intensity of load at the base of footing, gamma is the unit weight of soil in ton per meter cube or kilonewton per meter cube. Intensity of load ന്റെ യൂണിറ്റ് ton per meter square or kilonewton per meter square ആണ്. പിന്നെ phi എന്ന് പറയുന്നത് സോയിലിന്റെ ആംഗിൾ ഓഫ് റീപോസ് ആണ്. സോ ഈ ഇക്വേഷൻ ആണ് റാങ്കൈൻസ് ഫോർമുല. ഇത് യൂസ് ചെയ്തിട്ടാണ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. Third question, in residential buildings the width of stair is not less than dash centimeters. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ സ്റ്റെയർ കേസിൽ കൊടുക്കേണ്ട മിനിമം വിഡ്ത്ത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 110, ഓപ്ഷൻ ബി 120, ഓപ്ഷൻ സി 70, ഓപ്ഷൻ ഡി 90. ആൻസർ 90 സെന്റിമീറ്റേഴ്സ് ആണ് മിനിമം വിഡ്ത്ത് ഓഫ് സ്റ്റെയർ ഇൻ എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഇതുകൂടാതെ സ്റ്റെയർ കേസ് ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ട വേറെ കുറച്ച് ഫാക്ടേഴ്സ് കൂടി ഉണ്ട്. അതുകൂടി ഒന്ന് നോക്കാം. In residential buildings, the size of stair commonly adopted is 250 by 160 millimeters and in public buildings 300 by 100 millimeters. ഓക്കെ, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഒരു സ്റ്റെയറിലെ ഒരു സ്റ്റെപ്പിന്റെ സൈസ് ആണ് പറഞ്ഞേക്കുന്നത്. 250 by 160 millimeters റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലും 300 by 100 millimeters പബ്ലിക് ബിൽഡിങ്സിലും. അടുത്ത പോയിന്റ്, മിനിമം വിഡ്ത്ത് ഓഫ് സ്റ്റെപ്പ് ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഈസ് 900 millimeters, അതായത് 90 സെന്റിമീറ്റേഴ്സ്. അതായിരുന്നു നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ. ആൻഡ് ഇൻ പബ്ലിക് ബിൽഡിംഗ്സ് മിനിമം വിഡ്ത്ത് ഇസ് ഈക്വൽ ടു 1.5 meters to 1.8 meters. അടുത്ത പോയിന്റ്, പിച്ച് ഓഫ് സ്റ്റെയർ ഷുഡ് നോട്ട് എക്സീഡ് 40 degrees. പിച്ച് എന്ന് പറയുന്നത് സ്റ്റെയർ കേസും ഫ്ലോർ ലെവലും തമ്മിലുള്ള ഇൻക്ലിനേഷനെയാണ്. ആ ഇൻക്ലിനേഷൻ ആംഗിൾ 40 ഡിഗ്രീസിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. അടുത്ത പോയിന്റ്, സം ഓഫ് ഗോയിങ് ആൻഡ് ട്വൈസ് ദ റൈസ്. റൈസിന്റെ 2 times പ്ലസ് ഗോയിങ്, ഇതിന്റെ സം ഷുഡ് ബി ഈക്വൽ ടു 60. അപ്രോക്സിമേറ്റ്ലി 60 ആയിരിക്കണം ഗോയിങ്ങും 2 times റൈസിന്റെയും സം. ഓക്കെ, അടുത്തത് പ്രൊഡക്റ്റ് ഓഫ് ഗോയിങ് ആൻഡ് റൈസ്. ഗോയിങ്ങിന്റെയും റൈസിന്റെയും പ്രൊഡക്റ്റ് ഷുഡ് ബി ഈക്വൽ ടു 400 millimeters. അപ്പോ ഗോയിങ്ങിന്റെയും ട്വൈസ് റൈസിന്റെയും സം 60യും പ്രൊഡക്റ്റ് ഓഫ് ഗോയിങ് ആൻഡ് റൈസിന്റെ ഷുഡ് ബി ഈക്വൽ ടു 400 millimeters. അപ്പോൾ ഈ ഫാക്ടേഴ്സും ഒന്ന് ഓർത്തിരിക്കണം. ഇതും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ഇതിന്റെ ഓരോരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. Fourth question, in caused rubble masonry the thickness of mortar joint is. ഒരു caused rubble masonryയിലെ mortar jointന്റെ thickness ആണ് ക്വസ്റ്റ്യൻ. സോ caused rubble masonry ആണ് വാൾ കൺസ്ട്രക്ഷനിലെ ഏറ്റവും ചീപ്പസ്റ്റ് ഫോം. അതിലെ സൈസ് ഓഫ് സ്റ്റോൺ, caused rubble masonryയിൽ യൂസ് ചെയ്യുന്ന സ്റ്റോണിന്റെ സൈസ്
വേരീസ് ഫ്രം 50 millimeters to 200 millimeters. അതായത് വൈഡ് റേഞ്ച് ഓഫ് സൈസ് ഉള്ള സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ് കോസ്ഡ് റബിൾ മേസൺറി ചെയ്യുന്നത്. കോമൺലി യൂസ് ചെയ്യുന്നത് പബ്ലിക് ആൻഡ് റെസിഡൻഷ്യൽ ബിൽഡിങ്സിന്റെ വാൾ കൺസ്ട്രക്ഷനിലാണ്. സോ ഈ കോസ്ഡ് റബിൾ മേസൺറിയിൽ യൂസ് ചെയ്യുന്ന മോട്ടാർ ജോയിന്റിന്റെ തിക്നെസ് എത്രയാണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 8 millimeters, 6 millimeters, 16 millimeters and 12 millimeters. ആൻസർ ഓപ്ഷൻ സി 16 millimeters ആണ് കോസ്ഡ് റബിൾ മേസൺറിയിൽ കൊടുക്കുന്ന മോട്ടാർ ജോയിന്റിന്റെ തിക്നെസ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ ടൂൾ യൂസ്ഡ് ഫോർ കട്ടിംഗ് ഓഫ് സോഫ്റ്റ് സ്റ്റോൺസ് ഈസ്. സോഫ്റ്റ് സ്റ്റോൺ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ജമ്പർ, ഗേജ്, ബോസ്റ്റർ, ഹാമർ. ആൻസർ ഓപ്ഷൻ സി ബോസ്റ്റർ ആണ്. ബോസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് സോഫ്റ്റ് സ്റ്റോൺസ് കട്ട് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ബാക്കി ടൂൾസിന്റെ യൂസ് കൂടി ഒന്ന് നോക്കാം. ഹാമർ തന്നിട്ടുണ്ട്. ഹാമർ ടോട്ടലി 5 ടൈപ്സ് ഉണ്ട്. സ്പാൾ ഹാമർ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റഫ് ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺസ്. സ്ക്രാബ്ലിംഗ് ഹാമർ യൂസ്ഡ് ഫോർ റിമൂവിംഗ് ഇറഗുലർ ബുഷിംഗ്സ്. മാഷ് ഹാമർ യൂസ്ഡ് ഫോർ റഫ് ഡ്രസ്സിംഗ്. വാളർ ഹാമർ യൂസ്ഡ് ഫോർ റിമൂവിംഗ് സ്പാൾസ്. ക്ലബ് ഹാമർ യൂസ്ഡ് ടു സ്ട്രൈക്ക് നാരോ ഹെഡഡ് ചിസൽസ്. പിന്നെ തന്നിരിക്കുന്നത് ജമ്പർ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്വാറിയിങ് ഓഫ് സ്റ്റോൺസ്. ഗേജ് യൂസ്ഡ് ടു ഡ്രസ് സ്റ്റോൺസ് ഫോർ കോർണൈസസ്. Sixth question, in scaffolding, the horizontal member parallel to wall is known as. വാളിന് പാരലൽ ആയിട്ട് പോകുന്ന ഹൊറിസോണ്ടൽ മെമ്പർ, സ്കഫോൾഡിങ്ങിലെ ഹൊറിസോണ്ടൽ മെമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ പുട്ട്ലോക്സ്, ലെഡ്ജേഴ്സ്, ബ്രിഡിൽ, റേക്കർ. ഇതെല്ലാം സ്കഫോൾഡിങ്ങിന്റെ പാർട്സ് ആണ്. സോ വാളിന് പാരലൽ ആയിട്ട് പോകുന്ന ഹൊറിസോണ്ടൽ മെമ്പർ ലെഡ്ജേഴ്സ് ആണ്. സൈഡിൽ ഒരു സ്കഫോൾഡിങ്ങിന്റെ ഫിഗർ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു വാൾ ക്രോസ് സെക്ഷൻ കാണാം, അതിന്റെ സൈഡിൽ ഒരു സ്കഫോൾഡിങ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്കഫോൾഡിങ്ങിന്റെ സൈഡ് വ്യൂ ആണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സോ സ്കഫോൾഡിങ്ങിന്റെ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാൻഡേർഡ്സ്. ദ വെർട്ടിക്കൽ പോസ്റ്റ്, വെർട്ടിക്കൽ പോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഫിഗറിൽ കാണാം, ഈ വെർട്ടിക്കൽ പോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് ലെഡ്ജേഴ്സ്, നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് പാരലൽ ടു ദ വാൾ, ഇതാണ് വാൾ, വാളിന് പാരലൽ ആയിട്ട് പോകുന്ന ഹൊറിസോണ്ടൽ മെമ്പർ. ലെഡ്ജേഴ്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സൈഡ് വ്യൂ ആയതുകൊണ്ടാണ് സ്ക്വയർ ക്രോസ് സെക്ഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ലെഡ്ജേഴ്സ് വാളിന് പാരലൽ ആയിട്ട് പോകുന്ന മെമ്പർ ആണ്. ഓക്കെ. അടുത്തത് ബ്രേസസ്, ഇറ്റ് ഈസ് ദ ബ്രേസിംഗ് സിസ്റ്റം. അത് ഫിഗറിൽ കാണിച്ചിട്ടില്ല. സ്കഫോൾഡിങ്ങിന്റെ ഫ്രണ്ടിലായിട്ട് ഡയഗണലി പ്ലേസ് ചെയ്യുന്ന മെമ്പേഴ്സിനെയാണ് ബ്രേസസ് എന്ന് പറയുന്നത്. അടുത്തത് പുട്ട്ലോക്സ്, ദ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് നോർമൽ ടു ദ വാൾ, വാളിന് നോർമൽ ആയിട്ട് പ്ലേസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് പുട്ട്ലോഗ് എന്ന് പറയുന്നത്. ഫിഗറിൽ ഇതാണ് പുട്ട്ലോഗ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തത് ട്രാൻസോംസ്. Transomes are putlogs whose both ends are supported on ledgers in double scaffolding. ഡബിൾ സ്കഫോൾഡിങ്സിൽ പുട്ട്ലോഗ്സ് തന്നെ, പുട്ട്ലോഗ്സിന്റെ രണ്ട് എൻഡ്സും ലെഡ്ജേഴ്സ്, ഇതാണ് ലെഡ്ജേഴ്സ്, ഇതാണ് പുട്ട്ലോഗ്. ഓക്കെ. സോ ചില സ്കഫോൾഡിങ്സിൽ പുട്ട്ലോഗ് ഈ ലെഡ്ജേഴ്സിനോട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്ന ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് ഓഫ് പുട്ട്ലോഗിനെയാണ് ട്രാൻസോംസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ബോർഡിംഗ്, പ്ലാങ്ക്സ് ഓൺ വിച്ച് വർക്ക്മാൻ സ്റ്റാൻഡ്, ഇതാണ് വർക്കിംഗ് പ്ലാറ്റ്ഫോം. ആ വർക്കിംഗ് പ്ലാറ്റ്ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന പ്ലാങ്കിനെയാണ് ബോർഡിംഗ് എന്ന് പറയുന്നത്. അതിന് മേലെയാണ് നമ്മുടെ വർക്ക്മാൻ നിന്ന് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് ഗാർഡ് റെയിൽ, റെയിൽ പ്രൊവൈഡഡ് അറ്റ് അബൌട്ട് 1 meter ലെവൽ ടു ഗാർഡ് ദ വർക്ക്മാൻ വർക്കിംഗ് ഓൺ ദ ബോർഡിംഗ്. വർക്ക്മാന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റെയിലിനെയാണ് ഗാർഡ് റെയിൽ എന്ന് പറയുന്നത്. ടോ ബോർഡ്, ബോർഡ്സ് പ്ലേസ്ഡ് പാരലൽ ടു ദ ബോർഡിംഗ് നിയർ ദ വാൾ ടു ഗീവ് പ്രൊട്ടക്ഷൻ ടു വർക്കേഴ്സ്. ഫിഗറിൽ കാണിച്ചിട്ടില്ല. വാളിന് അടുത്തായിട്ട് പ്ലേസ് ചെയ്യുന്ന ബോർഡ്സ് ആണ്, അതായത് വർക്കേഴ്സിന് പെട്ടെന്ന് സ്ലിപ്പ് ആവാതിരിക്കാനും അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ബോർഡാണ് ടോ ബോർഡ് എന്ന് പറയുന്നത്. അടുത്തത് ബേസ് പ്ലേറ്റ് ഓർ സോൾ പ്ലേറ്റ്, അത് സ്കഫോൾഡിങ്ങിനെ ഗ്രൗണ്ടിലേക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന പ്ലേറ്റിനെയാണ് ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. The placing of new foundations below an existing foundation is, ഒരു എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷന് താഴെ പുതിയൊരു ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ഏത് മെത്തേഡിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അണ്ടർപിന്നിങ്, ഓപ്ഷൻ ബി ഷോറിംഗ്, ഓപ്ഷൻ സി റിപ്പയറിംഗ്, ഓപ്ഷൻ ഡി സ്ട്രട്ടിംഗ്. ആൻസർ ഓപ്ഷൻ എ ആണ്. അണ്ടർപൈനിങ് ആണ് ഒരു എക്സിസ്റ്റിംഗ് ഫൗണ്ടേഷന് താഴെ വേറൊരു ഫൗണ്ടേഷൻ കൊടുക്കുന്ന പ്രോസസ്സ്.
ഒരു അണ്ടർപൈനിങ്ങിന്റെ ഫിഗർ ആണ് കാണിച്ചിട്ടുള്ളത്. അവിടെ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫൗണ്ടേഷൻ ഒക്കെ ഉള്ള ഒരു ബിൽഡിങ്ങിന് താഴെ സോയിൽ എക്സ്കവേറ്റ് ചെയ്തിട്ട് പുതിയ ഫൗണ്ടേഷൻ കൊടുക്കുന്ന പ്രൊസീജിയർ ആണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. സോ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിനൊന്നും അഫക്റ്റ് ചെയ്യില്ല, അതിന്റെ സ്ട്രക്ചറിനെ ഒന്നും അഫക്റ്റ് ചെയ്യാതെ സോയിൽ എക്സ്കവേറ്റ് ചെയ്തിട്ടായിരിക്കും ന്യൂ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ മെത്തേഡിനെയാണ് അണ്ടർ പിന്നിങ് എന്ന് പറയുന്നത്. 8th question. The mainly used foundation in construction of bridge is. ബ്രിഡ്ജ് കൺസ്ട്രക്ഷനിൽ മെയിൻലി യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് റാഫ്റ്റ് ഫൗണ്ടേഷൻ, വെൽ ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ ആൻഡ് സ്പ്രെഡ് ഫൗണ്ടേഷൻ. ആൻസർ ഓപ്ഷൻ ബി, വെൽ ഫൗണ്ടേഷൻ ആണ്. സോ വെൽ ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. വെൽ ഫൗണ്ടേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ വിച്ച് ഇസ് ജനറലി പ്രൊവൈഡഡ് ബിലോ ദ വാട്ടർ ലെവൽ ഫോർ ബ്രിഡ്ജസ്. വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു ഡീപ്പ് ഫൗണ്ടേഷൻ ആണ്. മെയിൻലി ബ്രിഡ്ജസിന് താഴെ അല്ലെങ്കിൽ വാട്ടർ ലെവലിലും താഴേക്ക് ഫൗണ്ടേഷൻ പോകേണ്ട കേസസിലാണ് വെൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ വെൽ ഫൗണ്ടേഷൻ ആർ ബ്രേക്കിംഗ് എഫേർട്ട് ഓഫ് മൂവിംഗ് വെഹിക്കിൾ, force due to resistance of bearings against movement due to temperature variations, force of water current, seismic forces, wind forces, earth pressure. ഈ ഫോഴ്സസ് ഒക്കെയാണ് ഒരു വെൽ ഫൗണ്ടേഷനിൽ ആക്ട് ചെയ്യുന്നത്. ഈ ഫിഗർ ഒരു വെൽ ഫൗണ്ടേഷന്റെ ക്രോസ് സെക്ഷൻ ആണ്. അതിന്റെ കമ്പോണൻസ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. അതിന് താഴെ കൊടുത്തിട്ടുള്ള ഫിഗർ ഷേപ്സ് ഓഫ് വെൽ ഫൗണ്ടേഷൻ ആണ്. സിംഗിൾ സർക്കുലർ, ട്വിൻ സർക്കുലർ, ഡംവെൽ, ഡബിൾ ഡി, ട്വിൻ ഹെക്സഗണൽ, ട്വിൻ ഒക്ടഗണൽ ആൻഡ് റെക്ടാങ്കുലർ വെൽ ഫൗണ്ടേഷൻസ് ഉണ്ട്. അതിൽ ഡബിൾ ഡി ഫൗണ്ടേഷൻ, ഇതാണ് ഡബിൾ ഡി ഫൗണ്ടേഷൻ, അതാണ് മോസ്റ്റ് എക്കണോമിക്കൽ വെൽ ഫൗണ്ടേഷൻ ഷേപ്പ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതും ഒരുപാട് തവണ ക്വസ്റ്റ്യൻസിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഡബിൾ ഡി ടൈപ്പ് ഓഫ് വെൽ ഫൗണ്ടേഷൻ ഇസ് ദ മോസ്റ്റ് എക്കണോമിക്കൽ ടൈപ്പ് ഓഫ് വെൽ ഫൗണ്ടേഷൻ. അടുത്തതായിട്ട് വെൽ ഫൗണ്ടേഷന്റെ പാർട്സ് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റീനിങ്. ഇറ്റ് ഈസ് ദ വാൾ ഓഫ് ദ വെൽ മെയ്ഡ് ഓഫ് RCC ആൻഡ് വിച്ച് ട്രാൻസ്ഫർ ലോഡ് ടു ദ കെർബ്. കെർബിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന വെൽ ഫൗണ്ടേഷന്റെ വാൾ ആണ് സ്റ്റീനിങ് എന്ന് പറയുന്നത്. ഫിഗറിൽ ഈ കൊടുത്തിരിക്കുന്നതാണ് സ്റ്റീനിങ്, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്. അടുത്തത് കെർബ്. ഇറ്റ് ഈസ് എ RCC റിംഗ് ബീം വിത്ത് സ്റ്റീൽ കട്ടിംഗ് എഡ്ജ് ബിലോ. ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ curve is wedge shaped. The curve supports well steening. It is kept slightly projected from the steening to reduce the skin friction. സോ സ്റ്റീനിങ്ങിന് താഴെ കൊടുത്തിരിക്കുന്നതാണ് വെൽ കർബ്. വെൽ കർബിന്റെ ഷേപ്പ് വെഡ്ജ് ഷേപ്ഡ് ആണ്. അതിന്റെ താഴെ ഒരു കട്ടിംഗ് എഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കട്ടിംഗ് എഡ്ജ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് സോയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ടൈമിൽ ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ടിംഗ് എഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വെൽ കർബ് വാൾ ഈ സ്റ്റീനിങ്ങിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് സ്കിൻ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെൽ കർബിലാണ് ഈ വെല്ലിന്റെ സ്റ്റീനിങ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത പാർട്ട് കട്ടിംഗ് എഡ്ജ്. കട്ടിംഗ് എഡ്ജ് നമ്മൾ പറഞ്ഞു വെൽ കർബിന് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് കട്ടിംഗ് എഡ്ജ്. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ വെൽ കർബ് വിച്ച് കട്ട്സ് ദ സോയിൽ ഡ്യൂറിങ് സിങ്കിങ്. സോയിലിലേക്ക് വെല്ല് സിങ്ക് ചെയ്യുന്ന ടൈമിൽ സോയിലിനെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കട്ടിംഗ് എഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ബോട്ടം പ്ലഗ്. After completion of well sinking, the bottom of well is plugged with concrete. The bottom plug is confined by the well curve, acts as raft against soil pressure from below. ഈ വെൽ സോയിലിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ ബോട്ടം കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ട് പ്ലഗ് ചെയ്യും. ആ പോർഷനെയാണ് ബോട്ടം പ്ലഗ് എന്ന് പറയുന്നത്. ഇത് സോയിലിൽ നിന്ന് വെല്ലിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ബോട്ടം പ്ലഗിന്റെ ഫംഗ്ഷൻ. അടുത്തത് ബാക്ക് ഫിൽ. ബാക്ക് ഫിൽ എന്ന് ഉദ്ദേശിക്കുന്നത് വെല്ലിന്റെ ഉള്ളിലത്തെ ഈ സാൻഡ് ഫില്ലിംഗ് ആണ്. The well is dewatered after setting of the bottom plug and it is backfilled by sand or excavated material. ബോട്ടം പ്ലഗ് സെറ്റ് ആയതിനു ശേഷം അതിനുള്ളിലെ വാട്ടർ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തതിനു ശേഷം ആ പോർഷനിലേക്ക് എക്സ്കവേറ്റഡ് മെറ്റീരിയലോ അല്ലെങ്കിൽ സാൻഡ് കൊണ്ടോ ബാക്ക് ഫിൽ ചെയ്യും. ഇവിടെ കാണിച്ചിട്ടുണ്ട് സാൻഡ് ഫില്ലിംഗ് എന്ന്. അതിനെയാണ് ബാക്ക് ഫിൽ എന്ന് പറയുന്നത്. അടുത്ത പാർട്ട് ടോപ്പ് പ്ലഗ്. ഇറ്റ് ഈസ് എ കോൺക്രീറ്റ് പ്ലഗ് പ്രൊവൈഡഡ് ഓവർ ദ ഫില്ലിംഗ് ഇൻസൈഡ് ദ വെൽ. ഈ വെല്ലിനുള്ളിൽ സാൻഡ് ഫിൽ ചെയ്തതിനു ശേഷം ടോപ്പ് പോർഷൻ ബ്ലോക്ക് ചെയ്ത് കൊടുക്കും. പ്ലഗ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ടോപ്പ് പ്ലഗ് എന്ന് പറയുന്നത്.
അടുത്തത് വെൽ ക്യാപ്. ഇറ്റ് ഈസ് എ RCC slab provided at the top of steining to transmit load of superstructure to the steining. The minimum thickness of slab is about 750 millimeters. സ്റ്റീനിങ്ങിന്റെ മേലെ കൊടുക്കുന്ന RCC സ്ലാബിനെയാണ് വെൽ ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫംഗ്ഷൻ ടോപ്പിൽ നിന്നുള്ള ലോഡിനെ സ്റ്റീനിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. ഈ RCC സ്ലാബ് അല്ലെങ്കിൽ ഈ വെൽ ക്യാപ്പിന്റെ തിക്നെസ് 750 millimeters ആണ്. Ninth question, which lime is commonly used for whitewashing? Whitewashing commonly യൂസ് ചെയ്യുന്ന ലൈം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ക്വിക്ക് ലൈം, ഹൈഡ്രോളിക് ലൈം, ഫാറ്റ് ലൈം, സ്ലേക്കറ്റ് ലൈം. സോ ആൻസർ ഫാറ്റ് ലൈം ആണ്. ഫാറ്റ് ലൈം യൂസ് ചെയ്തിട്ടാണ് വൈറ്റ് വാഷിംഗ് ചെയ്യുന്നത്. സോ നമുക്ക് ലൈം എന്താണെന്നും ടൈപ്സ് ഓഫ് ലൈം ഒന്ന് നോക്കാം. ലൈം ഈസ് കാൽഷ്യം ഓക്സൈഡ്. CaO ആണ് ലൈമിന്റെ കെമിക്കൽ കോമ്പോസിഷൻ. കാൽഷ്യം ഓക്സൈഡ് ആണ് ലൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ നേച്ചർ ഇൻ ഫ്രീ സ്റ്റേറ്റ്. അത് ഫ്രീ സ്റ്റേറ്റിൽ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമല്ല. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കാൽസിനേഷൻ ഓഫ് ലൈംസ്റ്റോൺ, കൺകർ ഓർ അതർ കാൽക്കേരിയസ് സബ്സ്റ്റൻസസ്. കാൽക്കേരിയസ് സബ്സ്റ്റൻസോ അല്ലെങ്കിൽ കൺകർ അല്ലെങ്കിൽ ലൈംസ്റ്റോൺ പോലെയുള്ള സബ്സ്റ്റൻസിന്റെ കാൽസിനേഷൻ വഴി ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് ലൈം എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ടൈപ്സ് ഓഫ് ലൈം നോക്കാം. ക്വിക്ക് ലൈം. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈംസ്റ്റോൺ. പ്യുവർ ലൈംസ്റ്റോണിന്റെ കാൽസിനേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലൈമാണ് ക്വിക്ക് ലൈം എന്നുള്ളത്. അടുത്തത് സ്ലേക്കഡ് ഓർ ഹൈഡ്രേറ്റഡ് ലൈം. ഇറ്റ് ഈസ് ഫോംഡ് വെൻ ക്വിക്ക് ലൈം അബ്സോർബ്സ് വാട്ടർ. ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് ക്വിക്ക് ലൈം ആൻഡ് വാട്ടർ ഈസ് കോൾഡ് സ്ലേക്കിംഗ്. നേരത്തെ പറഞ്ഞു പ്യുവർ ലൈംസ്റ്റോണിന്റെ കാൽസിനേഷൻ പ്രോസസ്സ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ക്വിക്ക് ലൈം എന്നുള്ളത്. ഈ ക്വിക്ക് ലൈം വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കെമിക്കൽ കോമ്പോസിഷന് ചേഞ്ച് വരും. അങ്ങനെ ഫോം ചെയ്യുന്ന ലൈമിനെയാണ് സ്ലേക്കഡ് ലൈം അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത്, ഹൈഡ്രേറ്റഡ് ലൈം എന്ന് പറയുന്നത്. ഈ പ്രോസസ് ഓഫ് കമ്പൈനിങ് ഓഫ് ക്വിക്ക് ലൈം വിത്ത് വാട്ടറും ക്വിക്ക് ലൈമും തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്ലേക്കിംഗ് എന്ന് പറയുന്നത്. So third type of lime, fat or rich lime. It is the lime with high calcium oxide content. It can set and become hard only in the presence of carbon dioxide. This is perfectly white in color and has high plasticity. It takes long time to achieve strength and is commonly used for whitewashing and plastering works. So fat or rich lime എന്ന് പറയുന്ന ഹൈ കാൽഷ്യം ഓക്സൈഡ് കണ്ടന്റ് ഉള്ള ലൈമാണ്. അത് സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹാർഡൻ ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡിന്റെ പ്രസൻസിൽ മാത്രമായിരിക്കും. ഫാറ്റ് ഓർ റിച്ച് ലൈമിന്റെ കളർ പെർഫെക്റ്റ്ലി വൈറ്റ് കളർ ആയിരിക്കും. ഹൈ പ്ലാസ്റ്റിസിറ്റിയും ഉണ്ടായിരിക്കും. അതിന്റെ കൺസിഡറബിൾ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാൻ കുറച്ച് കൂടുതൽ ബാക്കിയുള്ള ലൈമിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്. മാത്രമല്ല ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് വൈറ്റ് വാഷിങ്ങിനും പ്ലാസ്റ്ററിംഗ് വർക്ക്സിനുമാണ്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്ന ലൈം ഏതാണെന്നുള്ളത്. സോ ഫാറ്റ് ഓർ റിച്ച് ലൈം ആണ് വൈറ്റ് വാഷിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് വൺ, ഹൈഡ്രോളിക് ലൈം. It has the ability to become hard under water and also in the absence of carbon dioxide. കാർബൺ ഡയോക്സൈഡിന്റെ ആബ്സെൻസിലും ഹാർഡൻ ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ടൈപ്പ് ഓഫ് ലൈം ആണ് ഹൈഡ്രോളിക് ലൈം. അത് അണ്ടർ വാട്ടറിലും ഹാർഡൻ ആവും. ഓക്കെ. അടുത്തത് പുവർ ഓർ ലീൻ ലൈം. This contains more than 30% of clayey impurities in the form of silica, alumina, iron oxide, etc. Mortar made with this lime will be of poor quality and hence it can be used only for inferior type of works. Poor or lean lime 30% clay impurities ആയിരിക്കും. Impurities in the form of silica, alumina, iron oxide, etc. പിന്നെ ഈ ലീൻ ലൈം യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന മോട്ടാർ പുവർ ക്വാളിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടുള്ള വർക്ക്സിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻഫീരിയർ ടൈപ്പ് വർക്കിന് മാത്രമാണ് പുവർ ഓർ ലീൻ ലൈം മിക്സ് യൂസ് ചെയ്യാറുള്ളൂ. 10th question. The slum test is used to determine strength, water content, void content, workability. സ്ലം ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാനാണ്. തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ വർക്കബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാനുള്ള സ്ലം ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്ന വീഡിയോയിലായിട്ട് ചെയ്യാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ആർക്കെങ്കിലും PSC എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തുന്ന സമയത്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.